ജിമ്മി ജെയിംസ്, വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗങ്ങൾ പലപ്പോഴും നമ്മൾ ചർച്ചയാക്കിയിട്ടുണ്ട്. അത് ഡിബേറ്റിലായാലും മിഡ് എഡിറ്റേഴ്സിലായാലും പലതവണ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് 30-ാം വാർഷികത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള 30-ാം വാർഷികത്തിൽ അദ്ദേഹത്തിനെ പൊന്നാട അണിയിച്ച സംഭവം ഉണ്ടായല്ലോ. അന്നും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം വർഗീയ പ്രസംഗമായി നിലമ്പൂർ പ്രസംഗത്തിന് ശേഷം അടുത്ത പ്രസംഗമായി വന്നിരിക്കുകയാണ്. മുസ്ലിങ്ങളും ശത്രുക്കളാണ്, ക്രിസ്ത്യാനികളും ശത്രുക്കളാണ് എന്ന് പൂർണ്ണ രൂപത്തിൽ പറഞ്ഞുകൂടാ, പക്ഷേ കേരള കോൺഗ്രസിനെ പറയുന്നുമുണ്ട്. വെള്ളാപ്പള്ളിക്ക് എന്തും പറയാമോ? ഈ വെള്ളാപ്പള്ളി എന്തേ വരാൻ വൈകുന്നു എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ അതുണ്ടായില്ല. എന്തായാലും ഇപ്പോൾ വന്നല്ലോ. എൻ്റെ ആ ഒരു ആകാംക്ഷ അവസാനിച്ചു. മുസ്ലിം സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് സമസ്ത, സ്കൂൾ സമയമാറ്റത്തിൽ വലിയ തർക്കത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പ്രതികരണം വരേണ്ടതായിരുന്നു. BJPയുടെ ഭാഗത്ത് വന്നതാണ്. വെള്ളാപ്പള്ളിയുടെ മകൻ്റെ പാർട്ടി, വെള്ളാപ്പള്ളി പറഞ്ഞത് ഞാൻ BDSൻ്റെ ഭാഗമല്ല എന്നാണ്, മകൻ്റെ പാർട്ടിയുടെ സഖ്യകക്ഷിയായി BJP അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അടുത്തത് വെള്ളാപ്പള്ളിയുടെ ഊഴമാണ്. അതുകൊണ്ട് അദ്ദേഹം അത് പറയുകയും അവസാനം അത് പറഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞ് വെള്ളാപ്പള്ളി അവിടെ വരെ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്തത് പറഞ്ഞത് മുസ്ലിങ്ങളോട് പോയി ചോദിച്ചിട്ട് വേണം കേരളത്തിൽ ഭരണം നടത്താൻ എന്നുള്ളതാണ്. അവിടെ വെള്ളാപ്പള്ളി നുണയാണ് പറഞ്ഞത്. കാരണം സ്കൂൾ സമയമാറ്റത്തിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഇടതുമുന്നണി സർക്കാർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ആ ഒരു വിഷയത്തെ ഒന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് പറയാനുള്ളത് പരസ്യമായി ഇല്ലാത്ത വാചകങ്ങൾ മുഴുവൻ പറയുകയാണ്. ഈ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പല സമയത്ത് അവസരം നോക്കിയിരിക്കുകയും ഒരു അവസരം കിട്ടിയാൽ അദ്ദേഹം അതിൽ ചവിട്ടി അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ പറയുന്നത് നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. ഇവിടെ സ്കൂൾ സമയമാറ്റ സംഭവത്തിൽ ശരിയാണ്, സമസ്ത അടക്കമുള്ള ചില മുസ്ലിം സംഘടനകൾ, എല്ലാ മുസ്ലിം സംഘടനകളുമല്ല, ചില മുസ്ലിം സംഘടനകൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അത് പറയാനുള്ള, അതിലൊരു എതിർപ്പ് പറയാനുള്ള അവകാശം അവർക്കില്ലേ? അതിൻ്റെ പേരിൽ അവർ കേരളം കത്തിച്ചോ? അതിൻ്റെ പേരിൽ അവർ കേരളത്തിൽ എന്തെങ്കിലും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയോ? അവരവരുടെ കാര്യം പറഞ്ഞു, ആ നിലപാടിൽ ഉറച്ചു നിന്നു. അവർ സർക്കാരുമായി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ വളരെ മര്യാദയ്ക്ക്, അതിനോട് നിലപാടിന് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ, പക്ഷേ അങ്ങനെ നിലപാട് പറഞ്ഞ് സർക്കാരുമായി ചർച്ചയ്ക്ക് വിളിക്കാനായി കാത്തിരിക്കുന്ന ഒരു വിഭാഗം, ആ വിഭാഗമാണ് കേരളത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ തനിക്ക് പറയാനുള്ള ഭള്ള് മുഴുവൻ മുസ്ലിം സമുദായത്തെ പറയുകയാണ്. വളരെ മോശമായി. കേരളം അവസാനം കുറച്ച് കഴിയുമ്പോൾ മുസ്ലിം സമുദായം മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് മാറും, അവർ കുട്ടികളെ പെറ്റുകൂട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഹിന്ദു സ്ത്രീകളോട്, ഈഴവ സ്ത്രീകളോട് ഒരു ഉപദേശവും അദ്ദേഹം നൽകുന്നുണ്ട്, നിങ്ങൾ പ്രൊഡക്ഷൻ നിർത്തരുത്. അവിടം വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇലക്ഷന്, കേരളം തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് ഇനി കൃത്യം 1 വർഷമില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. സ്വാഭാവികമായും ഇത് പറയണം, പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. 2015 വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായി ഈ വിഷയത്തിൽ കേരളത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നൗഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു 2 ആന്ധ്ര സ്വദേശികളെ വീണുപോയ, താഴേക്ക് വീണുപോയ, ഓടയിലേക്ക് വീണുപോയ ആളുകളെ, മാൻഹോളിലേക്ക് വീണുപോയ ആളുകളെ രക്ഷിക്കാനായി ചാടി ഇറങ്ങുകയും അവിടെ അയാൾ മരിക്കുകയും ചെയ്തു. അന്ന് വെള്ളാപ്പള്ളി നടേശൻ വളരെ കാര്യമായി പറഞ്ഞു, അതെന്താ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുന്നു, സർക്കാർ ധനസഹായം വരുന്നു. അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണ്, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, അതെന്താ മുസ്ലിമിന് മാത്രമേ ഉള്ളൂ, ഇവിടെ ഹിന്ദു മരിച്ചാലൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ അല്ലെന്നും ഇത് 2 പേരെ സഹായിക്കാനായി ഇറങ്ങിയ ഒരു മനുഷ്യൻ മരിച്ചതുമാണെന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അത് വെള്ളാപ്പള്ളി നടേശനും അറിയാം. എന്നിട്ടും അദ്ദേഹം അങ്ങനെ തന്നെ പറയുന്നു. നോക്കൂ, ഇതാണ് പ്രൊപ്പഗാൻഡയുടെ ഏറ്റവും വലിയ തന്ത്രം. ഒരു കാര്യം കളവാണെന്നറിയാം, അത് എല്ലാവർക്കും അറിയാമെന്നുള്ളത് പറയുന്ന ആൾക്കും അറിയാം, പക്ഷേ അത് പറയുക, അതവിടെ കിടക്കുക, അതിങ്ങനെ ചർച്ചയാക്കി കൊണ്ടുപോവുക. അന്ന് വളരെ വലിയ വിവാദമുണ്ടായി. ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം 2019 വെള്ളാപ്പള്ളി നടേശനോട് ഇതേ ചോദ്യം വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ, ഞാനൊന്ന് ഗൂഗിളിൽ തിരയുകയായിരുന്നു, അദ്ദേഹം പറഞ്ഞത് എനിക്കതിലൊരു മാറ്റവുമില്ല, എനിക്കതിലൊരു വിഷമവുമില്ല, ഞാനങ്ങനെ പറഞ്ഞതില്ലെന്നാണ്. എൻ്റെ നിലപാട് അങ്ങനെ തന്നെയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഉറപ്പിച്ച് പറഞ്ഞത്. പക്ഷേ ഈ കാലത്തിനിടയ്ക്ക് മാറ്റമുണ്ടായ വേറെ ചില വിഭാഗമുണ്ട് കേട്ടോ. 2015 വെള്ളാപ്പള്ളി നടേശൻ ഈ വിഷയം പറഞ്ഞപ്പോൾ നാവ് RSSന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്നും കേരള തൊഗാടിയായി മാറാൻ പോവുകയാണെന്നും പറഞ്ഞ CPM നേതാക്കളുണ്ട് കേരളത്തിൽ. അന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ വളരെ വലിയ വിദ്വേഷത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു. അന്ന് BDJS ഉണ്ടായിട്ടില്ല കേട്ടോ. BDJS ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പാണ്. BDJS ഉണ്ടായ ശേഷം വെള്ളാപ്പള്ളി നടേശൻ കുറച്ചുകൂടെ ശക്തമായി ഈ 2015 സമയത്താണ് BDJS ഉണ്ടാകുന്നത്. BDJS യാത്രയിലാണ് ഈ സംഭവം വരുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് BDJSൻ്റെ ഉദ്ഘാടനം വരുന്നത്.
അതിനു മുമ്പുള്ള വെള്ളാപ്പള്ളി നടേശൻ, ഇത് BDS ഉണ്ടാക്കിയ ശേഷമുള്ള വെള്ളാപ്പള്ളി നടേശൻ 2019-20 വരെയൊക്കെ ഈ വെള്ളാപ്പള്ളി നടേശനുമായുള്ള CPM-ൻ്റെ ഇടതുമുന്നണിയുടെ വളരെ വലിയ വിദ്വേഷം നമ്മളിങ്ങനെ സജീവമായി കാണുകയാണ്. അതിനുശേഷം പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ 2015 തുടങ്ങി എന്ന് വേണമെങ്കിൽ, പഴയ കഥയുണ്ട്, അത് ഞാൻ പറയുന്നില്ല. 2015 തുടങ്ങി, 2019 4 വർഷത്തിന് ശേഷം എനിക്ക് അതിലൊരു മാറ്റവുമില്ലെന്ന് പറഞ്ഞു, 2020 പറയുന്നു. അതിനുശേഷം ഒരു 3 മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞല്ലോ, എന്താണ്, മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, അവിടെ പോയാൽ ശ്വാസം മുട്ടും ബാക്കിയുള്ളവർക്ക്. എന്ന് വെച്ചാൽ മലപ്പുറത്ത് ആരാ ഉള്ളത്? മലപ്പുറത്ത് ഭൂരിപക്ഷം 70% മുസ്ലിങ്ങളുള്ള രാജ്യമാണ്, ഉള്ള സംസ്ഥാനമാണ്. അപ്പോൾ അതൊരു പ്രത്യേക രാജ്യമാണ്, അതാ പറഞ്ഞ രാജ്യമാണ്, അതൊരു പ്രത്യേക രാജ്യമാണ്. അവിടെ പോയാൽ എനിക്ക് ശ്വാസം മുട്ടും. ഇതൊരു ജില്ലയെ രാജ്യമാക്കിയാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറയുന്നു. അവിടെ നോക്കൂ, കേരളത്തിലെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള ബഹളവും നമ്മൾ കണ്ടില്ല. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഇതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ 30ാമത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയ ശേഷമുള്ള അദ്ദേഹത്തെ ആദരിക്കൽ ചടങ്ങ് വരുന്നത്. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി വരുമോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, അദ്ദേഹം വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അന്ന് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചാൻ സാധ്യതയുണ്ട്, അദ്ദേഹം പറയുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നാണ്. എന്നിട്ടോ ഈ പിണറായി വിജയൻ പൊന്നാടെ അണിയിച്ചിട്ട് പോയതിൻ്റെ അടുത്ത ദിവസം ആളുകൾ ചോദിക്കും, പറഞ്ഞു എനിക്കൊരു മാറ്റമില്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എന്നാ പറഞ്ഞത്. അതേ വെള്ളാപ്പള്ളി നടേശൻ 3 മാസത്തിന് ശേഷം ഇതാ വീണ്ടും അതേ വാദം ആവർത്തിക്കുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് യാതൊരു മാറ്റവുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിയുടെ ഭാഗമായി 2015 തുടങ്ങിയതാണ് ആ യാത്ര, BDJS വഴിയുള്ള രാഷ്ട്രീയ യാത്ര. കേരളത്തിൽ പിണറായി വിജയനെയും കേന്ദ്രത്തിൽ മോദിയെയും ഒരേ സമയം പുകഴ്ത്തുന്ന, 2 വള്ളത്തിൽ കാലുവെക്കുന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയ നേതാവാണ്. ഒരു മാസം മുമ്പ്, 1.5 മാസം മുമ്പ് വെള്ളാപ്പള്ളി നടേശനെ ഞാൻ ഇൻ്റർവ്യൂ നടത്തി. അപ്പോൾ ഞാൻ അതായത് വെച്ചാൽ ഈ 2 വള്ളത്തിൽ കാല് നിൽക്കുന്നതിൻ്റെ തന്ത്രം എന്താണ്, എങ്ങനെയാണ് ഈ മെയ്വഴക്കം സാധിക്കുന്നത്? അപ്പോൾ വെള്ളാപ്പള്ളി വളരെ കാര്യമാണ്, എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ സമുദായത്തിൻ്റെ രാഷ്ട്രീയമാണ്. എൻ്റെ സമുദായത്തിന് വേണ്ടി ഞാൻ സംസാരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട, ഇത് സമുദായത്തിന് വേണ്ടിയാണ്. അപ്പോൾ നോക്കുമ്പോൾ ശരിയാണ്, 3 മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യമാണെന്ന് പറഞ്ഞതും ഈഴവർ വല്ലാതെ ശ്വാസം മുട്ടുന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങളുടെ നാട്ടിൽ ഈഴവർ പരിപാടിയായിരുന്നു, കേട്ടില്ല, ഈഴവർ വല്ലാതെ ശ്വാസം മുട്ടുന്നതാണ്. ഇന്ന് അദ്ദേഹം കോട്ടയത്ത് പോയെന്താണ് പറയുന്നത്, ഇവിടെയും വലിയ ബുദ്ധിമുട്ടാണ്, ഇവിടെ ആകെ കുഴപ്പമാണ്. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസും ക്രിസ്ത്യാനികൾക്കൊക്കെ വലിയ കാര്യങ്ങൾ കിട്ടിക്കൊണ്ട് പോകുന്നു. മുസ്ലിങ്ങളാണെങ്കിലോ അവർ കേരളം ഭരിക്കാൻ പോകുന്ന, കേരളത്തിൽ മുഴുവൻ മുസ്ലിം ഭൂരിപക്ഷമാകാൻ പോകുന്ന ഒരു വലിയ രാജ്യമാകാൻ പോകുന്നു. ഇതെല്ലാമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടി അദ്ദേഹം കരുതുന്ന രീതിയിലുള്ള രാഷ്ട്രീയം അദ്ദേഹം നേരത്തെ മുതലേ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിഷയം, ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ വിലക്കാൻ ഈ സർക്കാരിന് കേസൊന്നും എടുക്കണ്ട, പക്ഷേ വെള്ളാപ്പള്ളി നടേശനെതിരെ സംസാരിക്കാൻ ഇനിയെങ്കിലും CPM തയ്യാറാകുമോ? കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടി തയ്യാറാകുമോ? കോൺഗ്രസ് പാർട്ടി ഇതിനോട് എന്ത് പ്രതികരിക്കും? വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരെ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എന്തു പറഞ്ഞാലും ഒരക്ഷരം മിണ്ടില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ മാസങ്ങൾ മുഴുവൻ കേട്ടതല്ലേ, വെള്ളാപ്പള്ളി നടേശൻ VD സതീശൻ കഴിവില്ലാത്തവൻ, ഒരു കാരണവശാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞല്ലേ. എനിക്കൊന്നും ഇവരോടൊന്നും പറയാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതിന് കോൺഗ്രസിലെ മറ്റു നേതാക്കളെക്കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ വളരെ വർഗീയമായ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹത്തെ പോയി പൊന്നാട അണിയിക്കുന്നു മുഖ്യമന്ത്രി. അവിടെയും ഒന്നുമില്ല. 2015 വെള്ളാപ്പള്ളി നടേശനോടുള്ള പ്രതികരണം ഇതായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രശ്നം വെള്ളാപ്പള്ളി നടേശനല്ല, നമ്മുടെ പ്രശ്നം ഇത്രയും ഭയങ്കരമായി വർഗീയത പറയുന്ന ഒരു വ്യക്തി, ആ മനുഷ്യൻ എന്തു പറഞ്ഞാലും അതിനോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളാണ് കേരളത്തിലെ 2 വിഭാഗങ്ങളും നടത്തുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഭരിക്കുന്ന പാർട്ടി കുറച്ചുകൂടെ കൃത്യമായി അതിൽ വിജയിക്കുകയും 2 പേരും ഒക്കെ ചങ്ങാതിമാരായിട്ട് തോളത്ത് കൈയിട്ടാണ് നടക്കുന്നത്. ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ എന്തായാലും തെറ്റിദ്ധാരണ മാറിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും ഒരു വാക്കിൻ്റെ കൺഫ്യൂഷനിൽ പറഞ്ഞു പോയതല്ല, അദ്ദേഹം പറഞ്ഞത് ആരും തെറ്റിദ്ധരിച്ചിട്ടല്ല. ഇന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, കേരളത്തിൽ ഭരണം നടക്കുന്നത് മുസ്ലിങ്ങളോട് ചോദിച്ചിട്ടാണ്, പാണക്കാട് പോയി ചോദിച്ചിട്ടാണെന്നല്ല പറഞ്ഞത്, അത് കാന്തപുരത്തോട് പോയി ചോദിച്ചിട്ടാണ് നടക്കുന്നത്. അവർ കേരളം കൈയടക്കാൻ പോകുന്നു, ഇത്രയും പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെതിരെ ഇത്രയും പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമാണ്.
സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് മറുപടി എന്നറിഞ്ഞാൽ കൊള്ളാം. അതുപോലെ തന്നെ ഇത്രയും വലിയ വർഗീയ പ്രസംഗം നടത്തിയ സ്ഥിതിക്ക് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് നിലപാടെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ വെള്ളാപ്പള്ളിയെ വിടുകയാണ്. അതിനോടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണമാണ് എനിക്കറിയാൻ താല്പര്യം. Meet the editors.